അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആ പ്ലാനും എസ്റ്റിമേറ്റും അതിൻ്റെ തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛൻ വന്ന് 4,48,00,000 ഇവിടെ ഈ 20 അടി ഹൈറ്റിൽ 25,750 സ്ക്വയർ ഫീറ്റ് പള്ളി പണിയാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞത് ഒരിക്കലും സാധ്യമാകുമെന്ന് തോന്നണില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് വേറെ പ്ലാൻ വരച്ച് കിട്ടിയത് ഞങ്ങളുടെ കയ്യിലുണ്ട്. സെയിം എൻജിനീയർ, ഈ പറയുന്ന മിസ്റ്റർ സന്തോഷ് ജോൺ തന്നെയാണ് ഈ പ്ലാനുകളെല്ലാം വരച്ചത്. അപ്പോൾ അതും പ്രകാരം ഞങ്ങൾ നോക്കുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഒത്തുപോകുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അച്ഛൻ പറയുന്നത് കള്ളമാണെന്നുള്ളത്. അപ്പോൾ അത് ഓരോന്നായിട്ട് നിങ്ങളുടെയും കൂടെ അറിവിലേക്ക് തെളിവ് സഹിതം ഞാനിത് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തത് ഞാൻ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ ഒന്നും അഭിപ്രായങ്ങൾ ആരായാതെ പൊതുയോഗം വിളിക്കാതെ അച്ഛൻ സ്വന്തമായിട്ട് തയ്യാറാക്കി കൊണ്ടുവന്ന പള്ളിയുടെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് കാണാം. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ചുറ്റും നിൽക്കുന്ന മരങ്ങളും കാര്യങ്ങളും അതും ശ്രദ്ധിക്കുക. സത്യത്തിൽ അവിടെ മരങ്ങളൊന്നുമല്ല, ഒരു വശത്ത് പാരിഷ് ഹോളും ഒരു വശത്ത് സിമിത്തേരിയുമാണ്. അപ്പോൾ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പ്ലാനാണ്. ഇനി ഇത് താഴെ 20 അടി ഹൈറ്റിൽ വേറൊരു പ്ലാൻ ആൾ തയ്യാറാക്കി കൊണ്ടുവന്നു. ആൾ തയ്യാറാക്കിയതല്ല, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അച്ഛൻ തയ്യാറാക്കിയ പ്ലാനാണ് ഇത്. ഇപ്പം നിലവിൽ പഴയ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ഭൂമി നിരപ്പിൽ പണിയാൻ തയ്യാറാക്കിയ ഒരു പ്ലാനാണ്. ഇതിൽ പല അപാകതകളുമുണ്ട്. കാരണം ഈ എലിവേഷനൊന്നും പൂർണ്ണമായിരുന്നില്ല, അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടായിരുന്നു. ഇത് പൊതുയോഗമോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയും പൂർണ്ണമായി അംഗീകരിച്ച ഒരു പ്ലാനല്ലായിരുന്നു. അപ്പോൾ ഇതാണ് വീടുകളിലേക്ക് കൊടുത്തു വിട്ടിട്ട് മനോഹരമായ ഒരു പള്ളിയുടെ പ്ലാനും സ്വല്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള മുഖഭാരമുള്ള ഒരു പള്ളിയുടെ പ്ലാനുമാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ എസ്റ്റിമേറ്റിലെ വൈരുദ്ധ്യങ്ങളാണ്. അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ പള്ളി മാത്രം പെടുത്താൽ പോരാ, വൈദിക മന്ദിരവും ഈ 48-50 വർഷം പഴക്കമുള്ളതുകൊണ്ട് അതിന് അതിൻ്റേതായ പഴക്കവുമുണ്ട്, പോരായ്മകളുമുണ്ട്, സൗകര്യക്കുറവുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വൈദിക മന്ദിരം കൂടെ പണിയേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ ഈ എസ്റ്റിമേറ്റിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മുകളിൽ സമനിരപ്പിൽ പള്ളി പണിയാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ഡേവിസ് ആൻ്റണി തയ്യാറാക്കിയ പ്ലാനാണ്. ഇതാണ് ഞങ്ങൾ ഫാദർ ജോസഫ് ഗോപുരം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ തയ്യാറാക്കിയത്. അതന്ന് ഫൈനലൈസ് ചെയ്തതല്ല. അപ്പോൾ പള്ളിക്ക് മാത്രം ചിലവാകുന്നത് 6 കോടിയും പള്ളിമേടയ്ക്ക് ചിലവാകുന്നതും ഇത് അന്ന് എഴുതി തയ്യാറാക്കിയതല്ല. ഇന്നത്തെ വികാരി വന്നതിന് ശേഷം അവർ എഴുതി തയ്യാറാക്കി വീടുകളിലേക്ക് വിട്ടതാണ്. സമനിരപ്പിൽ ഇപ്പം നിലവിൽ പള്ളി ഇരിക്കുന്ന സ്ഥലത്ത് ഈ പള്ളി പണിയാണെങ്കിൽ 7,89,68,000 രൂപ വരുമെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 7,89,68,000 രൂപ, ഓൾമോസ്റ്റ് 8 കോടി. ഓക്കെ, അതേസമയം 18 അടി 20 അടി ഉയരത്തിലേക്ക് ഡോമോട് കൂടി 2 വിങ്സോട് കൂടി പണിയാൻ പറ്റുന്ന പ്ലാൻ ഇത് വരച്ചത് സന്തോഷ് ജോൺ. അതിൻ്റെ എസ്റ്റിമേറ്റ് നിങ്ങൾ നോക്കുക, 7,10,98,000. അപ്പോൾ വൈദിക മന്ദിരം അടക്കം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ 7 കോടി, ഓക്കെ, 11 ലക്ഷം എന്ന് പിടിച്ചോളൂ. ഇവിടെ വരുന്നത് 7,89,68,000. അപ്പോൾ സമനിരപ്പിൽ പണിയുന്നതിന് 20 അടി ഹൈറ്റിൽ പില്ലർ വാർത്ത് 25,560 സ്ക്വയർ ഫീറ്റ് പണിയുന്നതിന്
ചിലവ് കുറവാകുക എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ് ഇവിടെ നടത്തിയത്. അങ്ങനെ വീടുകളിലേക്ക് ഇത് അയച്ച് ഒരു അഭിപ്രായ സർവേ ഒക്കെ നടത്തിയപ്പോൾ ഞങ്ങൾ ചില പ്ലാനുകളുമായിട്ട് അച്ഛനെ കാണിച്ചു കൊടുത്തു. അച്ഛൻ ഞങ്ങൾക്ക് ഈ ആർക്കിടെക്റ്റിനെ വിശ്വാസമില്ല എന്ന്. ഇനി നിങ്ങളിപ്പോൾ ആ പ്ലാനിൽ കണ്ടത് 7 കോടി 10 ലക്ഷവും 80 ലക്ഷമൊക്കെയാണ്. പക്ഷെ ആദ്യമേ അച്ഛൻ പറഞ്ഞത് 4 കോടി 48 ലക്ഷത്തിന് പണിയാണെന്ന്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് കാണട്ടെ. അതാണ് രസം. അതായത് ഈ ഇവിടെ 9th ഡിസംബർ 2021 സന്തോഷ് ജോൺ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ഒപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. 4 കോടി 48 ലക്ഷത്തിന് ഇത് പണിയാമെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങുന്നത്. എങ്ങനെയുണ്ട്? ഇനി നിങ്ങൾ ഇത് കാണുന്ന വിശ്വാസികൾ പറ, എത്ര വലിയൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ അച്ഛന് ചെയ്തത്. അപ്പോൾ ഇത് മുഴുവനും ഈ ഓരോ സെക്ഷൻ തിരിച്ചിട്ടുള്ള ചിലവുകളാണ് വരുന്നത്. അതിനകത്ത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇത്ര, ഇരുമ്പിന് വേണ്ടി ഇത്ര, മെറ്റൽ, എംസാൻഡ്, സിമെൻറ്റ്, അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും ഓരോ ഭാഗത്തേക്ക് വരുന്ന ചിലവുകളാണ് ഇതെല്ലാം കാണിച്ചത്. എല്ലാ ഇതും ഇവിടെയുണ്ട്. അത് എല്ലാം നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് 4 കോടി 48 ലക്ഷം. അപ്പോൾ ഈ 4 കോടി 48 ലക്ഷം രൂപ ആ തുകയ്ക്ക് ഈ പള്ളി പണിയാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടവകയിലുള്ള ചെറുപ്പക്കാരെ വിളിച്ച് ചേർത്ത് ടെക്നിക്കൽ കമ്മിറ്റി എന്നൊരു പേരിട്ടുകൊണ്ട് അവരെ കൊണ്ട് ഈ പ്ലാൻ പുതുക്കി വരപ്പിച്ചതല്ല, എസ്റ്റിമേറ്റ് തയ്യാറാക്കിച്ചതാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്ന 7 കോടി 10,98,000. അപ്പോഴും ഞങ്ങൾ അച്ഛനോട് ചോദിച്ച ചോദ്യം, എന്ത് മാറ്റങ്ങളാണ് ഈ പ്ലാനിൽ വരുത്തിയത്? ഈ 4 കോടി 48 ലക്ഷം എന്ന് പറയുന്നത് എങ്ങനെ 7 കോടി 11 ലക്ഷമായി? അപ്പോഴാണ് ഞങ്ങളുടെ വികാരിച്ചൻ വളരെ രസകരമായിട്ട് പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കമ്മിറ്റിക്കാരാണ് പറഞ്ഞത്. അപ്പോൾ ഈ തെളിവുകൾ, ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ തെളിവുകൾ നുണ പറയൂ? ഈ കമ്മിറ്റിക്കാരൊക്കെ വിട്, അച്ഛനാണല്ലോ ഈ പ്ലാൻ കൊണ്ടുവന്നത്. അപ്പോൾ അത് അച്ഛൻ പറയുന്നതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിനിടയ്ക്ക് കാണിക്കാം. ഞാൻ കമ്മിറ്റിക്കാരെ കണ്ടിട്ടില്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല, പക്ഷെ ഞാനൊരു പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കത് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ജാതി ഉടായ്പകളാണ് അച്ഛൻ ഇവിടെ പറഞ്ഞു തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറകിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇനി നമ്മൾ എത്രത്തോളം ഇവരുടെ മുന്നിൽ വിഡ്ഢികളാകണം എന്നുള്ളതും കൂടെ ഒന്ന് നിങ്ങളെ മനസ്സിലാക്കിച്ചു തരാൻ ഞാൻ ഇനി 2 പ്ലാനുകളും കൂടെ നിങ്ങളെ കാണിക്കാൻ പോകണം. ഒന്ന്, 2015 തയ്യാറാക്കിയ നിലവിൽ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിർമ്മിക്കുന്ന അതിൻ്റെ 9103 ചതുരശ്ര അടി നിർമ്മാണ ചെലവ് 5 കോടി രൂപ. ഇത് 2015 തയ്യാറാക്കിയതാണ് കേട്ടോ. ഇന്ന് 11ാമത്തെ വർഷമാണ്. ഇനി ഇതിവിടെ ഉണ്ട് 2015. ഇത് വീടുകളിലേക്ക് അഭിപ്രായ സർവേക്ക് വിട്ട പ്ലാനാണ്. അപ്പോൾ ഇത് സമനിരപ്പിൽ അന്ന് 9100 സ്ക്വയർ ഫീറ്റ് പണിയുന്നതിന് 5 കോടി രൂപ അന്ന് ചിലവുണ്ട്. ഈ എൻജിനീയർ തന്നെയാണ് ഈ പ്ലാൻ വരച്ചത്. ഓക്കെ, ഇനി താഴെ അപ്പോഴേക്കും പുതിയതായിട്ടുള്ള സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ പ്ലാൻ 2 തയ്യാറാക്കിയത് പുതുതായി വാങ്ങിയ സ്ഥലത്ത് സിമിത്തേരിയുടെ തറനിരപ്പിൽ നിർമ്മിക്കുന്നു. ഏരിയ 8178 ചതുരശ്ര അടി, നിർമ്മാണ ചെലവ് 7 കോടി രൂപ. ഇതും 2015 തന്നെയാണ്. അപ്പോൾ 2015 ഈ ആർക്കിടെക്റ്റ് ഈ പ്ലാൻ വരയ്ക്കുമ്പോൾ അതിന് 7 കോടി രൂപ ചെലവ് കണക്കാക്കുകയും
പിന്നീട് 25,500 സ്ക്വയർ ഫീറ്റിന് 4,48,00,000 രൂപ ചെലവ് കണക്കാക്കിയ ഒരു കള്ളത്തരമാണ് ഇവിടെ പിടിക്കപ്പെട്ടത്. ഞാൻ ചോദിക്കുന്നത്, ഈ ആർക്കിടെക്റ്റിന് ഒരു ഉളുപ്പുമില്ല. ഒരു ഇടവകയിലേക്ക് തന്നെയാണ് ഈ പ്ലാനുകളെല്ലാം അദ്ദേഹം വരച്ചു തന്നിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങളുടെ സംശയം തീർക്കാനായിട്ട് അദ്ദേഹം നേരിട്ട് വന്നിട്ട് സംസാരിച്ചു. പക്ഷേ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചെലവുകളെല്ലാം കണക്കുകൂട്ടി പറയാനായിട്ട് ഞങ്ങൾക്ക് അറിവില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഞങ്ങളോട് ഒരുപാട് ദേഷ്യപ്പെടുകയും ഇതൊക്കെ ചെയ്ത് ഇതെല്ലാം സാധ്യമാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ തന്നെ തെറ്റുപറ്റിയത്, ഒരു സ്ഥലത്ത് 7 കോടി, ഇവിടെ 448 കോടി, പിന്നീട് അത് മാറ്റി വരച്ചിരിക്കുന്നു 7-10 കോടി. ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഇത് അച്ഛന് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങളുടെ വികാരിച്ചിന് ഇഷ്ടപ്പെട്ടില്ല. അന്ന് മുതൽ ഈ ഇടവകയിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി. ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടൊരു കാര്യത്തിലേ ഉള്ളൂ, അച്ചോ പ്രളയം 2018 പ്രളയം ബാധിച്ച ഒരു ഏരിയയാണിത്. അതിനുശേഷം 2.5 വർഷക്കാലം കൊറോണയുടെ ആ ഒരു പിടിയിലമർന്ന ഈ ലോകം, ജനങ്ങളുടെ കയ്യിൽ വരുമാനമില്ല, പൈസയില്ല. അപ്പം എന്തിന് ജനങ്ങളെ ഇതേപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു? അതുകൊണ്ട് 601 വീട്ടുകാരുള്ളൂ. നമുക്ക് എല്ലാ വീടുകളിലും പോയി ഒരു സാമ്പത്തിക സർവേ നടത്താം. അതിനുശേഷം എത്ര രൂപ കിട്ടുമോ ഉള്ളതുപോലെ പറഞ്ഞ് ജനങ്ങളെ ധരിപ്പിച്ച്, സത്യമായ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ദേവാലയം ഇവിടെ പണിതാൽ പോരെ? 601 വീട്ടുകാരും ദേവാലയ നിർമ്മാണ കാര്യത്തിൽ ഒറ്റക്കെട്ടാണല്ലോ. ഇതൊന്നും ഞങ്ങളുടെ വികാരിയോട് അങ്ങോട്ട് പറയാൻ പറ്റില്ല. ആളുടെ തന്നിഷ്ടം, ആളുടെ തീരുമാനം. ഇടവക്കാരോട് ആൾ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ആരും പൈസ പിരിച്ചു തരില്ല, ഞാൻ പണിതോളാം. അച്ഛനെന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ പള്ളി പണിയുമോ? അപ്പോൾ അത് വിശ്വസിച്ച കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അച്ഛനല്ലേ പറയണത്. എന്നിട്ട് ഇപ്പോൾ ഏറ്റവും അറ്റത്തെത്തി നിൽക്കുന്നത് അച്ഛൻ തന്നെ പറയുന്നു 5 കോടി രൂപ ചെലവ് കഴിഞ്ഞു എന്ന്. പള്ളിപ്പണിയൊക്കെ തുടങ്ങി, 5 കോടി ചെലവ് ചെയ്ത് കഴിഞ്ഞു എന്ന്. 30% പോലും പണി പൂർത്തിയായിട്ടില്ല. ഞങ്ങളുടെ കണക്കനുസരിച്ച്, ഒരു സാധാരണ കണക്കനുസരിച്ച് ഇനിയും 10 മുതൽ 12 കോടി രൂപ ഇല്ലാതെ ഈ പള്ളി പണി തീരില്ല. ഇതെന്നും ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അതിൽ ഞങ്ങൾ തെറ്റുണ്ടെങ്കിൽ ആർക്കും ഞങ്ങളെ തിരുത്താവുന്നതാണ്, ഞങ്ങളെ മനസ്സിലാക്കി തരാവുന്നതാണ്. നിങ്ങൾ സാധിക്കാവുന്ന ആൾക്കാർ ഈ പള്ളിപ്പണി നടക്കുന്നിടത്ത് വന്നതൊന്ന് കാണുക. നിർഭാഗ്യകരെന്ന് പറയട്ടെ, ഇത് ഞങ്ങളുടെ രൂപത അഭിവന്യ പിതാവും ഇതിന് സപ്പോർട്ടാണ് എന്നുള്ളതാണ്. നിർഭാഗ്യകരാണ്. ഇന്ന് ജനങ്ങൾ പിരിവ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പള്ളിയിലേക്ക് ജനങ്ങൾ വരുന്നില്ല. വിദേശത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അച്ഛനും ഈ ശിങ്കടികളും അവരെ വീട്ടിൽ ചെന്നു. അവരൊക്കെ മാറി നടക്കാണ്. ചോദിക്കുന്നത് നിസ്സാര എമൗണ്ടല്ല. നിസ്സാര എമൗണ്ട് ഈ പള്ളിപ്പണി തീരുവില്ല. അപ്പോൾ ഞങ്ങൾ ഇടവക്കാരിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥയിൽ ഉണ്ടായിരുന്ന പൈസ കൊണ്ടുപോയി മുടിപ്പിക്കുകയും ചെയ്തു. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന് ശേഷം ഞങ്ങൾ നിയമപരമായിട്ട് ഇതിനെ നേരിടാൻ തയ്യാറായപ്പോഴും അച്ഛൻ അതിനെ എങ്ങനെ മറികടന്നു എന്നും പലയിടത്തുനിന്നും എങ്ങനെയാണ് ഈ പള്ളി പണിയാനുള്ള പെർമിറ്റ് നേടിയെടുത്തതെന്നും കൂടെ നിങ്ങളെ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം.